കരടിക്കു പിന്നാലെ അങ്ങനെ ആനയും എത്തി. ഭീതിജനകമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മാനന്തവാടി സ്വദേശികൾ. വയനാട് എടവക പായോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തു. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് മാനന്തവാടിയിലെത്തിയത്. വനപാലകരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആനയെ തിരികെ വനത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. വനത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന ദൗത്യത്തിലേക്ക് വനം വകുപ്പിന് നീങ്ങേണ്ടി വരും. കർണാടകയിലെ വനമേഖലയിൽ നിന്നാണ് ആന എത്തിയതെന്നാണ് വിവരങ്ങൾ. വനത്തിലേക്ക് ആനയെ തുരത്താൻ മറ്റു മാർഗങ്ങളുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. മാനന്തവാടി ന്യൂമാൻസ് കോളേജ് പരിസരത്ത് ആന നിലയുറപ്പിച്ച സ്ഥിതിയിലായിരുന്നു. നാഗർഹോള ദേശീയ ഉദ്യാനത്തിലുള്ള ആനയാണെന്നാണ് പറയുന്നത്. തലപ്പുഴ ഭാഗത്തു നിന്നാണ് ആന എടവക പഞ്ചായത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തിയത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ അപകടകരമായ സ്ഥിതിയിലേക്ക് നീങ്ങുമെന്നും വന്യമൃഗ പ്രതിരോധ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ TC ജോസ് പറയുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് കണിയാരത്ത് കാട്ടാന എത്തിയത്. ഗോദാവരി കോളനിക്കു സമീപവും കണിയാരം ലക്ഷം വീട് കോളനിക്കു സമീപത്തെ വയലിലും ആനയെത്തിയതായി സ്ഥിരീകരിച്ചിരുന്നത്. രാവിലെയാണ് പായോട് കുന്നിൻ പ്രദേശവാസികൾ ആനയെ കണ്ടത്. ജനവാസ കേന്ദ്രങ്ങളിലൂടെ നീങ്ങിയ ആന പിന്നീട് പുഴ നീന്തിക്കടന്നാണ് മാനന്തവാടി താഴങ്ങാടി ഭാഗത്തെത്തിയത്. ന്യൂമാൻസ് കോളേജ്, NGO ക്വാർട്ടേഴ്സ്, മിനി സിവിൽ സ്റ്റേഷൻ, കോടതി, സബ് ട്രഷറി, വനം വകുപ്പ്, വിശ്രമ മന്ദിരം എന്നിവയ്ക്കു സമീപത്തുകൂടി പോയ ആന 8 മണിയോടെ മാനന്തവാടി ട്രാഫിക് പോലീസ് സ്റ്റേഷന് മുന്നിലെത്തുകയും ചെയ്തിരുന്നു. ആനയെ പടക്കം പൊട്ടിച്ച് അകറ്റാൻ വനപാലകരും പോലീസും ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ പ്രകോപനമൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു. ആളുകൾ മാനന്തവാടി ടൗണിൽ വരുന്നത് പരമാവധി ഒഴിവാക്കണം. ആനയെ പിന്തുടരുകയോ ദൃശ്യമെടുക്കുകയോ ചെയ്യരുത്. ആഴ്ചകൾക്ക് മുൻപ് മാനന്തവാടിയുടെ സമീപ പ്രദേശങ്ങളിൽ ഇറങ്ങിയ കരടി ആശങ്കയുണ്ടാക്കിയിരുന്നു. ഈ ആശങ്ക നീങ്ങിയപ്പോഴാണ് ജനവാസ കേന്ദ്രങ്ങളിൽ ആന എത്തിയത്. മാനന്തവാടി ടൗണിലുള്ള സ്കൂളുകളിലേക്ക് ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിദ്യാർത്ഥികളെ അയക്കരുതെന്ന് മാനന്തവാടി തഹസീൽദാർ അറിയിച്ചിട്ടുണ്ട്. സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നിർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.